എനിക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ എൻ്റെ ഒരു എനിക്ക് ഫ്രണ്ട് എന്ന് പറയുന്നതിലും എനിക്ക് സിസ്റ്റർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താനാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയായ കുറവുകൾ ഉണ്ടാകാം, എന്നാൽ ആ കുറവുകളെല്ലാം നിറവുകളാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കണം. അതായത് ഒരാള് എന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ടാണ്. പക്ഷെ അപ്പൊ അത് അത്രയും സ്പെഷ്യലും നമുക്കിങ്ങനെ അതാ ദൈവമായിട്ട് എനിക്ക് കൊണ്ട് തന്ന എൻ്റെ ഒരു ഫ്രണ്ടാ പ്രിയങ്ക. ഫ്രണ്ടല്ല, എൻ്റെ ഒരു സിസ്റ്റർ എന്ന് തന്നെ പറയാം. പ്രിയങ്ക എൻഗേജ്മെന്റ് ആണ്. അതെ അതെ. ഒന്നും തോന്നുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. തോന്നണമെങ്കിൽ വീട്ടിൽ ചെല്ലണം, എല്ലാവരെയൊക്കെ ഒന്ന് കാണണം, എന്നിട്ട് പള്ളി ചെല്ലണം. എനിക്ക് കെട്ടായാലൂടെ എനിക്ക് ബോധം വരത്തുള്ളൂ. ഇപ്പം ഞങ്ങള് സ്കൂളിൽ വെച്ച് ഹൈസ്കൂൾ ഒരുമിച്ചാണ് പഠിച്ചത്. ബാച്ച്മേറ്റ്സ് ആണ് ഞങ്ങള്. അങ്ങനെയുള്ള പരിചയം അറിയാതെ അതെ അങ്ങനെ തലയിലായി. അത്രേ ഉള്ളൂ. ഞാനും ഫസ്റ്റ് ഇഷ്ടം തോന്നിയത് എനിക്കാണ്, ജേർണല്ല. തോന്നിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുമില്ല. പിന്നീട് ഓരോ ദിവസം കൂടുന്നവരും ഇതിലൂടെ എനിക്ക് ഇഷ്ടം തുടങ്ങി. ഇൻഫാക്ച്വേഷൻ, നോട്ട് ഇഷ്ടം. പിന്നീട് ഒരു ദിവസം തട്ടാക്കിയിട്ട് ഞാൻ മണവാട്ടിയായിരുന്നു ആ സമയത്ത്. എല്ലാവരും ഇഷ്ടം തോന്നി. ചുമ്മാ. പിന്നീട് ഒരു ദിവസം സ്കൂളിന്റെ വരാന്തയിൽ മാറ്റി നിർത്തി പ്രപ്പോസ് ചെയ്തു. പറഞ്ഞപ്പം ഫസ്റ്റ് മൊമെന്റിൽ തന്നെ ഓക്കെ പറഞ്ഞ എൻ്റെ പപ്പയായിരുന്നു. എൻ്റെ പപ്പ എന്ത് പറഞ്ഞാലും, ഞാൻ എന്ത് പറഞ്ഞാലും അത് നെസ്റ്റാണ്, ഒരു നോയും ഇല്ല. താലി കെട്ടിയതും അടിപൊളിയായിരുന്നു. മീൻസ് അതുവരെ ഒരു മാരേജ് എന്നൊരു സംഭവം ഇല്ലായിരുന്നു. കാരണം എപ്പോഴും കൂടെ ഉണ്ട്, എപ്പോഴും കാണുന്നു. ഇപ്പൊ അവനെ ആണേലും അറിയുന്നതുകൊണ്ട് ആ താലി കെട്ടിയപ്പോൾ ആണ് ഓക്കെ ആ ഒരു ഫീൽ വന്നത്. പക്ഷെ ഇപ്പം വീണ്ടും പഴയ സാധാരണ നമ്മളെപ്പോഴും അവിടെ കാണുന്ന ആ ഒരു ഇതേ വന്നിട്ടുള്ളൂ. ഇപ്പോഴും കല്യാണം കഴിഞ്ഞ ഒരു സെറ്റപ്പിലോട്ട്
fuoco vincerei per rivedere te. Se bruciasse la città, lo so, tu cercheresti me. Anche dopo il nostro addio, l'amore sono io. ജെറിൻ, പ്രിയങ്ക, നിങ്ങൾ ഒരു മനസ്സും ഒരു ഹൃദയവുമായി നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് മനസ്സും രണ്ട് ഹൃദയമുള്ളവരായി മാറരുത്, അല്ലെങ്കിൽ ഹൃദയം അകന്ന് ജീവിക്കുവാൻ നിങ്ങൾ ഒരിക്കലും ഇടവരുത്തരുത്. Start to play, dance with me, make me sway, like the lazy ocean hugs the shore, hold me close, sway me more. എന്നാ തമാശ പറയാ. സഭയുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ പ്രിയങ്കയെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. എനിക്ക് സ്പെഷ്യലി ജെറിനെ ഇഷ്ടപ്പെടാൻ കാരണം എൻ്റെ പപ്പായുമായിട്ടൊരു കണക്ഷൻ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും, പപ്പയുടെ ക്യാരക്ടറുമായിട്ട്. അതാണ് മെയിൻ കാരണം. അങ്ങനെ ഒരു വൈബ് ജെറിനുമായിട്ട് വന്നു എനിക്ക്. പിന്നെ എനിക്ക് മനസ്സിലായി ഇയാളെ കൊണ്ട് എന്നെ താങ്ങാൻ ഇവനെ പറ്റത്തുള്ളൂ, അതുപോലെ ജെറിനെ താങ്ങാനും എനിക്കേ പറ്റത്തുള്ളൂ, വേറെ അവരെ പറ്റത്തില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ ഞങ്ങൾ രണ്ട് തന്നെ വേണം. അത് ഞങ്ങൾക്ക് മനസ്സിലായി.